പാട്ടാണ് കൂടുതൽ സംസാരിക്കുക. പിന്നെ അവിടെ എല്ലാവരെയും ചേർത്ത് പിടിക്കും. ഭക്ഷണം ഉണ്ടാക്കുന്നത്, പിന്നെ ഫ്ലോപ്പുകളെക്കുറിച്ച് സംസാരിക്കും, ജീവിതത്തിൽ സംഭവിച്ച തോൽവികളെക്കുറിച്ച് പറയും, ഞാൻ എങ്ങനെ അതിൽ നിന്ന് കരകയറിയതെന്ന് പറയും. ചില സിനിമകളിൽ പോയിട്ട് അബദ്ധം പറ്റിയതിനെ കുറിച്ച് പറയും. എന്ന് വെച്ചാൽ നമ്മളത് ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്, പക്ഷേ ഇന്നെ വർക്കായില്ല, അത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, അത് ചെയ്തു, പക്ഷെ നടന്നില്ല. അങ്ങനെയൊക്കെ അതിനകത്ത് മറയൊന്നുമില്ല. ഭയങ്കര നന്നായിട്ട് വിഷ്ണു ഒരു ദിവസം ഇൻ്റർവ്യൂ ചെയ്തൊക്കെ വലിയ നമുക്ക് ഒരു കലവറ കിട്ടുന്നവർ, കാരണം കള്ളമേ പറയില്ല, എന്ത് ചോദിച്ചാലും ഓണസ്റ്റായിട്ട് സംസാരിക്കുന്നവർ, ഭയങ്കര രസമുള്ളൊരു വ്യക്തിത്വം, അതിശയിച്ചു പോകും. എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം എന്താണെന്ന് പറയുമ്പം അപ്പം അതിനകത്ത് ഒരു സീക്വൻസ് ഉണ്ട്, ഈ പെരിയവർ വന്നിട്ട് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഈ ലവ് ട്രയാങ്കിളൊക്കെ പോലെ ഒരു ക്രിമിനൽ ട്രയാങ്കിൾ ആണല്ലോ അത്. ചെയ്യാൻ നിൽക്കുന്നു, ഇപ്പുറത്തെ പെരിയവർ നിൽക്കുന്നു, അപ്പുറത്ത് ഭാര്യ നിൽക്കുന്നു. അപ്പം ഭാര്യയുടെ അടുത്ത് എനിക്ക് വേറെ വഴിയില്ല എന്ന് കണ്ണുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു വിധമുണ്ട് ടെറസിന് മുകളിൽ ആ ചായ വെച്ചിട്ട് പോകുന്ന പറയുന്നത്. എത്രയോ കാലമായിട്ട് അങ്ങനെ ഒരു ചെയ്യാൻ സട്ടിലായിട്ട് കാട്ടിലേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു തുള്ളി മാത്രം ഇങ്ങനെ വരുന്ന ചെയ്യാൻ കണ്ടിട്ട് കുറേ കാലമായി. അത് ഭയങ്കര അത് കിട്ടി. അത് അരുൺ സാറുമായിട്ടുള്ള ഒരു ബന്ധമാണ് അവർ തമ്മിൽ. രണ്ടും ഒരു സോളിൻ്റെ രണ്ട് വശം പോലെ നമുക്ക് തോന്നും. കാരണം എന്താണോ സാറ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ സാർ പറഞ്ഞുകൊണ്ട് വരും. അങ്ങനെ ഉണ്ട്. തുഷാരയുടെ ഒരു സീക്വൻസിൽ സാറിങ്ങനെ എനിക്ക് കാണാം, അരുൺ സാർ ഇങ്ങനെ തുഷാരയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു ചെറിയ ഒരു ലവ് ബൈറ്റ് ഇവിടെ ഇട്ടാലോ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നു. ചെയ്യാൻ സാർ ഓപ്പോസിറ്റാ. ചെയ്യാൻ സാർ അവിടെ നിന്ന് അരുൺ എന്ന് പറഞ്ഞ് വരുന്നു, നടന്നിട്ട് വന്നിട്ട് നമുക്ക് ഒരു ലവ് ബൈറ്റ് പോടലാം. അപ്പോൾ കറക്റ്റ് ഞാൻ ഇപ്പം അതോട് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ഇവർ തമ്മിലൊരു സിംഗിൾ, അവർ തമ്മിൽ എനിക്കൊന്ന് ചിത്താന്നാണ് സാർ വിളിക്കുന്നത്, അരുൺ സാർ ചിത്താന്ന് വിളിക്കും. ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, വലിയ ഒരു സ്നേഹവും ബഹുമാനമാണ്. അങ്ങനെ ഒരു സെറ്റ് വർക്ക് ചെയ്യാൻ പറ്റിയ വലിയ ഭാഗ്യമായി പോയി വിഷ്ണു. ഭയങ്കര നല്ലതായിരുന്നു, ഒരുപാട് നല്ല മനുഷ്യരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. എത്ര ലോക്കലാവണം അത്ര ഇന്റർനാഷണൽ ആവണോ എന്നുള്ളതിൻ്റെ ഒരു തെളിവല്ലേ പടം. അതെ അതെ, എന്താ ഡ്രാമ ശരിക്കും. നമ്മൾ ഈ പുറത്തൊക്കെ പടങ്ങൾ ഇപ്പോൾ മാർട്ടിൻ സ്കോർസെസിലൊക്കെ പടം പോലെ ഭയങ്കര ഡ്രാമ ഉണ്ട് അതിനകത്ത്. പക്ഷെ എല്ലാവരും മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് സാധാരണ നാടൻ തോക്കും പരിപാടി, ഒന്നും അതിനകത്ത് കാണിക്കുന്നില്ല. പക്ഷെ നമ്മൾ ബ്രിമ്മിലിരിക്കും സിനിമ കഴിയുന്നവർ അല്ലേ. അത് പിന്നെ ആ പോലീസ് സ്റ്റേഷനിലെ ഒറ്റ സീക്വൻസ് പോരെ മാസിന് മൊത്തവും കൂടെ. മുറ എന്താ പഠിപ്പിച്ചത് മുറയുടെ റിലീസിന് ശേഷം? മുസ്തഫയുടെ കൂടെ ഇനി അഭിനയിക്കണമെന്ന് പഠിപ്പിച്ചു. മുസ്തഫയുടെ കൂടെയും പാച്ചിക്കയുടെ കൂടെയും ആ ഗ്രൂപ്പിൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അല്ലെ നിരഞ്ജ്, പിന്നെ സന്ദീപ്, ആ ഫുൾ ഗ്യാങ് ഉണ്ടല്ലോ, എല്ലാവരുടെയും കൂടെ ഇനിയും വർക്ക് ചെയ്യണം എന്ന്. വിലപേശന ഒരു സീനുണ്ടല്ലോ, ഐ മീൻ കമ്മീഷൻ എത്ര കൊടുക്കണം 10, 20, 20, 25. അത് ആ സമയത്ത് ചേച്ചിയുടെ ബോഡി ലാംഗ്വേജ് ഉണ്ട്. ഇപ്പോൾ ഓരോ സമയം നിൽക്കുക, ഓരോ സമയം ഇവർ നമ്മൾ വിചാരിച്ച പോലെയല്ല എന്നുള്ളൊരു ഭാവം ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ കയറി വരും. അവരുടെ ജീവനാണോ വിലപേശണേന്ന് ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് തോന്നും, രമ ചേച്ചി അവരുടെ ജീവനാണോ വിലപേശണേന്ന് മുറ കാണുമ്പോൾ തോന്നും. വിലപേശൽ സീൻ അതെങ്ങനെ വർക്കൗട്ട് എന്താ ഓർമ്മയുണ്ടോ അതിനെ പറ്റി ഇപ്പോൾ പറയാൻ? പിന്നെ അത് സിനിമ തുടങ്ങിയതിന് മുമ്പ് ഒരു ഫുൾ സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ ഉണ്ടായിരുന്നു ഞാനും മുസ്തും കൂടെ. ആ മുസ്തു പറഞ്ഞു തന്നപ്പോൾ ആ രമ എങ്ങനെയാണോ പറഞ്ഞത് അതെനിക്ക് കൺസീവ് ചെയ്ത് അത് തന്നെയാണ് റിപ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരു കോൺവെർസേഷൻ ഈ ക്യാരക്ടറിനെ കുറിച്ച് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ആ കഥ പറഞ്ഞു തന്നപ്പോൾ മുസ്തഫയ്ക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നു ക്യാരക്ടറിനെ കുറിച്ച്. അവരെന്താണോ അന്ന് പറഞ്ഞു തന്നത് അത് ഇങ്ങനെ ബ്ലോട്ടിംഗ് പേപ്പർ പോലെ എനിക്ക് കിട്ടി, അത് ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം രമയെക്കുറിച്ച് അതിനുശേഷം ആ സ്ക്രിപ്റ്റ് നേരത്തെ തന്നിരുന്നു, നമ്മളതിനെക്കുറിച്ച് വായിച്ച് അതിനകത്ത് ഒരുപാട് ഡയലോഗ്സ് എൻ്റേതാക്കി. എന്ന് വെച്ചാൽ എഴുതിയിരുന്നത് മാറ്റിയിട്ട് ഞാൻ കണ്ണമ്മയെ വിളിച്ചിട്ട് ഇപ്പോൾ അവന്മാർ പിന്നെ ജാതയും തേങ്ങയെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ്, അങ്ങനെ ആക്കിക്കോട്ടെ എന്നൊക്കെ ഞാനാ ചോദിച്ചത്. അങ്ങനെ ആയിരുന്നില്ല എഴുതിയിരുന്നത്. അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ അവർ പറയുക, ജാതയും തേങ്ങയെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്, യവനെ ഇന്ന് ഞാൻ കൊല്ലും, ഇതൊക്കെ നമ്മൾ ഇവനെ ഇന്ന് ഞാൻ കൊല്ലും, അതൊക്കെ അങ്ങനെ ഇല്ലായിരുന്നു. അത് നമ്മളതിൻ്റെ കയ്യിൽ നിന്നിട്ട് ആ ക്യാരക്ടർ നമ്മുടെ ഉള്ളിലോട്ട് കയറിയപ്പോഴേ നമുക്ക് ആ സ്ത്രീ ഇങ്ങനെ പറയും എന്ന് തോന്നുമായിരുന്നു. അപ്പോൾ അതേപോലെ ആ നമ്മളെ ഏറ്റവും കൂടുതൽ എന്താണ് ആ ഗോഡൗൺ സീക്വൻസ് എന്നുള്ളായിരുന്നു. ആ സീനിനെ കുറിച്ചുള്ള എന്നാണ് അത് എടുക്കാൻ പോകുന്നത് എന്നുള്ളായിരുന്നു നമ്മുടെ കൊതിയോടെ കാത്തിരുന്ന ഒരു സീക്വൻസ് ആയിരുന്നു. അതും കുത്തുന്ന സീക്വൻസും, ഇത് രണ്ടുപേരും നമ്മൾ കാത്തിരുന്ന സീക്വൻസ്. കുത്തുന്ന സീക്വൻസിൽ എന്താ എത്ര കാത്തിരിക്കാൻ? അല്ല, എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. ഇതുവരെ ആരും കൊന്നിട്ടില്ല, ശരിയാ. അല്ല, എന്നെ കൊല്ലുന്നതിൻ്റെ അല്ല, ആ തള്ളലൊക്കെ കൺവിൻസിങ് ആയിട്ട് വരുമോ, കോമഡി ആയി പോകാനുള്ള ഭയങ്കര നമ്മൾ തിരിച്ചു എന്തൊക്കെ ചെയ്യണ്ടല്ലോ. ഇഞ്ച് മാറിയാ നമ്മളിങ്ങനെ എന്ന് പറഞ്ഞ് തള്ളി. അതിൻ്റെ ഒന്നാമത് ഇവിടെ എല്ലാം ഗുണ്ടകളായിട്ട് വന്ന സ്ത്രീകളും ഏറെ കയറിയ പാരമ്പര്യമുള്ളുണ്ട്. അത് എന്താകും എന്നുള്ളതിനെക്കുറിച്ച്
നല്ല പേടിയുണ്ടായിരുന്നു വിഷ്ണു. അപ്പോൾ അതുകൊണ്ട് ആ 2 സീക്വൻസ്, ഒന്നിന് പേടിച്ചിട്ടും മറ്റത് എക്സൈറ്റഡ് ആയിട്ടും. കൊല്ലുന്ന സീക്വൻസ് എനിക്ക് പേടിയായിരുന്നു. തോക്കൊക്കെ എടുക്കുന്നത്, ഒന്നത് തോക്ക് പോലും തൊട്ടിട്ടില്ല. അപ്പോൾ അത് എങ്ങനെ ചെയ്യും, എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ടെൻഷൻ്റെയും മറ്റത് എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ആ സീൻ ചെയ്യാൻ. പിന്നെ അവന്മാർ 4 പറന്ന ഭയങ്കര പുലികളല്ലേ പയ്യന്മാർ. പിന്നെ എൻ്റെ മോനായിട്ട് അഭിനയിച്ച പയ്യനോ, അവന് ഒരു കുറച്ച് നേരം കൊണ്ട് മൊത്തം അവിടെ ഉണ്ടാക്കി തന്നൊരു ടെററുണ്ടല്ലോ. അവരൊന്നും വേറെ സിനിമ കിട്ടിയില്ല. അവർ നല്ല പിള്ളേരാണ് എല്ലാവരും. അവർക്ക് വേറെ സിനിമ കിട്ടേണ്ടതാണ്, ശരിക്കും കിട്ടേണ്ടതാണ്. എന്നെ ഇങ്ങനെ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ അവരെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. അവർക്കൊന്നും ആയില്ലല്ലോ. ഒന്നത് എൻ്റെ മകനായിട്ട് അഭിനയിച്ച പയ്യനെ, അവൻ ആ ഒരു സീക്വൻസിലാണ് വരുന്നത്. ആ ഒറ്റ സീക്വൻസ് കൊണ്ട് ആ സിനിമ പിടിച്ചു നിർത്തി കളഞ്ഞു. അവനെ തിരിച്ചടിക്കുമ്പോഴാണ് ഏറ്റവും അവിടെ നിന്നാണ്. അപ്പോൾ അവനങ്ങനെ അഭിനയിക്കണമെങ്കിൽ ചെറിയ പരിപാടിയാണോ? സാധൊരു പയ്യനാ, കണ്ടാ തോന്നുന്നു അവൻ ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് ആ ഡ്രഗിന്റെ ഹൈയിലാണ് അവൻ ചെയ്യണത്. അവൻ ഡ്രഗ് ഉപയോഗിക്കണത് കാണിക്കില്ല, അങ്ങനൊന്നുമില്ല. റിയൽ ലൈഫിലും ചെയ്യുന്നില്ല, ചുമ്മാ നിൽക്കുമല്ലേ അവിടെ. ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നൊരു പയ്യനാണ് അവിടെ വന്നത് ഇത്ര ടെറർ ഉണ്ടാക്കുന്നത്. ഹോസ്പിറ്റലിന് പുറത്ത് ഇങ്ങനെ മകൻ്റെ മെഡിക്കൽ കണ്ടീഷൻ പറയണ സീൻ, മകനാണ് അവിടെ കൊടുക്കണതെന്ന് പോലെ ഇമോഷൻ പോലില്ല. അത് സെൻറ്റൻസുകൾ മാത്രമാണ്. സെൻറ്റൻസിന് ജീവനൊന്നുമില്ല. കയ്യിന് ഇത് പറ്റി, കാലിന് ഇത് പറ്റി, ചതച്ചു കഴിഞ്ഞു, ബാലൻസ് കളഞ്ഞെന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് പറയണം. മെഡിക്കൽ ബുള്ളറ്റിന് എന്താ വായിക്കണ പോലെയാ രമിച്ചേച്ചി പറയണ. ഒരു ഇമോഷനും ഇല്ലാണ്ട് അതങ്ങനെ ചെയ്യണം. ഒരു ആക്രോശം വേണ്ട, ദേഷ്യം വേണ്ട. അത് ആരുടെ ഐഡിയ ആയിരുന്നു? എല്ലാം നമ്മളോട് മുസ്തഫ അങ്ങനെ ഒന്നും അഭിനയിച്ച് കാണിച്ചൊന്നും തന്നിട്ടില്ല. എങ്ങനെയാണ് ചേച്ചി നമുക്കൊന്ന് നോക്കാം, റിഹേഴ്സലൊന്ന് നോക്കാം. റിഹേഴ്സൽ ടേക്കാക്കിയ സീനത്. റിഹേഴ്സൽ ടേക്കായിരുന്നു അത്. രണ്ടാമത് ഒറ്റ ടേക്കിൽ അത് കഴിഞ്ഞു. ഇത് മതി, ഒന്നും ചെയ്യേണ്ടത്. കഴിഞ്ഞു കഴിഞ്ഞു ഓക്കെയാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്നുവെച്ചാൽ അതിന് ഒരു ലോങ് കോറിഡോറാണ്. അപ്പം സുരാജും കണ്ണൻ അത് രണ്ടും കൂടെ ക്യാമറയിൽ ഓവർ ബോഡി കയറി ഇവരിങ്ങനെ കൂടെ ഫോളോ ചെയ്ത് ഇവിടെ വന്ന് ഈ ഡയലോഗ് പറഞ്ഞതിന് ശേഷം തിരിച്ച് ഇവർ നടക്കുമ്പോൾ ക്യാമറ കൂടെ പോയി അവരങ്ങോട്ട് നടക്കുമ്പോൾ. ആ ഷോട്ടാണ് എഡിറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒന്നും പ്ലാനേ ചെയ്തിരുന്നില്ല, അങ്ങനെ ഒരു ഷോട്ടേ പ്ലാൻ ചെയ്തിരുന്നില്ല. അത് നാച്ചുറലായിട്ട് അങ്ങനെ സംഭവിച്ചു. ഇവർ തിരിച്ച് പാച്ചിക്കുകയും ദീപക്കും കൂടെ തിരിച്ച് ക്യാമറയിൽ, ഫോക്കസ് പിള്ളേറിൻ്റെ പേര് ദീപക് എന്നാണ്, ഇങ്ങനെ എടുക്കണം. അവർ തിരിച്ച് അവർ തിരിച്ച് നടന്നു. ഇവർ രണ്ടുപേരും അവർ നടന്നു, ഇവരും ഫോളോ ചെയ്തു പോയി. ഒറ്റ ടേക്ക് അവിടെ കഴിഞ്ഞപ്പോൾ മുസ്തഫ കൈയടച്ച് ടേക്ക് ഓക്കെ കഴിഞ്ഞു. പിന്നെ 2-3 ക്ലോസ് എടുത്തത് ഞാൻ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സീക്വൻസ്, കണ്ണാടിയിലെ ക്ലോസ് ഇല്ല ഇങ്ങനെ നോക്കുന്നു. അത്രേ ഉണ്ടായിരുന്നല്ലോ ആ ഹോസ്പിറ്റലിൽ ഷൂട്ട്. മുറ കണ്ടിട്ട് ആളുകൾ എന്താ പറഞ്ഞ ഫീഡ്ബാക്ക്? ആരും എന്നെ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ അഭിനയിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. എനിക്ക് രാമുക്കാരിയായിട്ട് അവാർഡ് കിട്ടി, ഫിനോമിനൽ പെർഫോമൻസ്. കൺഗ്രാജുലേഷൻ. JFW അവാർഡ് കിട്ടി, GK പിള്ള പുരസ്കാരം കിട്ടി. അപ്പം ആർക്കൊക്കെയോ ഇഷ്ടപ്പെട്ടു അല്ലേ? കണ്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം അത് ആരും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് ഡയറക്ടേഴ്സ്, ആക്ടേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ എന്നോട് പറഞ്ഞത്, നിങ്ങളിൽ നിന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്, അതേ അല്ല മുറയിൽ ഞങ്ങൾ കണ്ടത്. പിന്നെ 1-2 പേര് എന്നെ അറിയാവുന്നവർ ചോദിച്ചു, നിങ്ങൾ അങ്ങനെ ഒരു സ്ത്രീയെ ഒരിക്കലും ജീവിതത്തിൽ കണ്ടു കാണൂല അല്ലേ? കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു വിലപേശലോ അല്ലെ അങ്ങനത്തെ ഒരു ഇതിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എക്സ്പോഷർ ഉണ്ടായിരുന്നിട്ടുണ്ടോ? അങ്ങനെ എക്സ്പോഷർ ഇല്ല എനിക്ക്. പക്ഷെ എന്നാലും അത് അഭിനയിച്ചപ്പോൾ ആൾക്കാരിങ്ങനെ വളരെ, അപ്പം ഞാൻ വിചാരിച്ചു കൊള്ളാം, ഞാൻ വില്ലത്തി ചെയ്യാനാണ് അടിപൊളി, മറ്റേക്കാട്ടി നല്ലത്. വരലക്ഷ്മി ശരത് കുമാർ ഒഴിച്ചിട്ടൊരു കസാരമുണ്ട്, ആരെങ്കിലും ഒക്കെ ഒഴിച്ചിടട്ടെ, ഞാനിരുന്നോളാം. നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ രസമുണ്ടെന്ന്. എൻ്റെ ആർക്ക് ഭയങ്കര ഡിഫറെൻറ്റ് ഫ്രീഡം ഉണ്ടോ? പ്ലേ ചെയ്യാനുണ്ട്. ഇന്നർ ഇമോഷൻസ് കുറേ കൂടെ നമ്മൾ കാണിക്കാത്ത ഇമോഷൻസ് അകത്ത് കുറേ പ്ലേ ചെയ്യാനുണ്ട്. കാരണം പക, പിന്നെ അവരെ കുറച്ചൊരു സാഡിസം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗൂഢമായ നമ്മുടെ ലക്ഷ്യങ്ങൾ. മറ്റേത് പ്ലെയിൻ അല്ലേ, സങ്കടം, സന്തോഷം, ദുഃഖം, ഞെട്ടൽ.